ഇന്ന് നമുക്ക് ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: തക്കാളി, പച്ചമുളക്, സവാള, ഗരം മസാലക്കൂട്ട്, കശുവണ്ടി, മുന്തിരി, പൈനാപ്പിൾ അരിഞ്ഞത്. പിന്നീട് നമുക്ക് മസാലക്കൂട്ട് തന്നെ മുളക് പൊടികൾ, മല്ലിപ്പൊടി, പുതിന. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ചെമ്മീൻ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയത്, തൈര്, നാരങ്ങാനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ചെമ്മീൻ കിള്ളി വൃത്തിയാക്കിയത്, അത് നമുക്കൊരു നുള്ളു ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം. അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ പട്ട, കറയാമ്പ്, ഏലക്ക, കുരുമുളക്, ജീരകം ഇത് ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിക്കേണ്ടതാണ്. വെള്ളം നല്ല തിളച്ചു. നമുക്കിനി അരിയിട്ട് കൊടുക്കാം. നല്ല വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അരിയിട്ടതിന് ശേഷം 2-3 കഷ്ണം പൈനാപ്പിൾ കഷ്ണം ഇടുക. ഒരു നുള്ള് മല്ലിച്ചീര പുതിനായും ഇട്ട് കൊടുത്ത് ഇപ്പം നമുക്ക് എപ്പോഴും ഒരു നുള്ള് മുൻപേ നിൽക്കണം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് പൈനാപ്പിൾ എസൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബിരിയാണി എസൻസ് ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വിസിലിന് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഒരു വിസിലാകുമ്പോൾ ഓഫാക്കുക. അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡിയായതിന് ശേഷം നമുക്ക് മറ്റൊരു കടായിലേക്ക് താവ വെച്ചതിന് ശേഷം നമുക്ക് സവാള നല്ലതുപോലെ ഗോൾഡൻ കളറാക്കി മൊരിയിച്ചെടുക്കേണ്ടതാണ്. ഇത് ചോറിൻ്റെ മുകളിൽ ഇടാനുള്ള സവാളയാണ്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീത്തിൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും, ഒരു നുള്ള് മുളക് പൊടി ഇടുക, വേപ്പില, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഇട്ടിച്ച് പാകത്തിന് ഒരു നുള്ള് ഉപ്പ് ഇടുക. വേഗം നേരം നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, ഓർമ്മ വേണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊരിച്ച് എടുക്കാം. അധികം മൊരിയിക്കാൻ പാടില്ല. ചെറുതായിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം അടുപ്പത്ത് നമുക്ക് വേറൊരു കടായി വെക്കാം. ആ പൊരിച്ച എണ്ണ തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വാടി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് നമുക്കൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് ഞാനിവിടെ 5 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിച്ചീര പുതിന ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി, ഇനി ഗരം മസാലക്കൂട്ട്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലക്കൂട്ടാണ്. പിന്നീട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചിടാവുള്ളൂ. ഞാനിവിടെ പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ഇവിടെ കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൈനാപ്പിൾ കൊത്തിയരിഞ്ഞതും 1-2 കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ലാസ്റ്റ് ചെമ്മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടാകുന്ന നോക്കേണ്ടതുമാണ്. ഉപ്പ് നോക്കണേ. അതിനുശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന സവാള, കശുവണ്ടി, മുന്തിരി ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് വെച്ചത് പകുതി ഇട്ട് കൊടുക്കാവുള്ളൂ. പകുതിയിട്ട് ഒരേപോലെ നമുക്ക് സെറ്റ് ചെയ്യണം. അമർത്തരുത്. ഒരേപോലെ നമുക്ക് ഒരു കയ്യിൽ കൊണ്ട് പതുക്കെ എല്ലാം ഒരേ പാകത്തിനെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് കോരി വെച്ച കശുവണ്ടി, മുന്തിരി, സവാള എന്നിവ കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചീര ഇടുക. അതിനുശേഷം നമ്മൾ ബിരിയാണിയുടെ മഞ്ഞ കളറ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം.
അതിനുശേഷം ബാക്കി വന്ന ചോറ് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പ്രസ് ചെയ്യരുത്, ലെവൽ ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് വീണ്ടും അത് ബാക്കിയുള്ള സവാള, കശുവണ്ടി, മുന്തിരി എല്ലാം അതുപോലെ തന്നെ സെറ്റ് കൊടുക്കണം. മഞ്ഞ കളർ ഒഴിക്കുക, പുതിന ഇടുക. പിന്നീട് നമുക്കിനി കശുവണ്ടി, മുന്തിരി, ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ടുള്ള ഒരു മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഒരു വെയിറ്റ് വെക്കാവുന്നതാണ്. വെയിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ കടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കണം. നീക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബിരിയാണി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവകൾ വീഡിയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.